സ്കൂളിലൊക്കെയുള്ള പാഠപദ്ധതികളിലൊക്കെ ഈ ഇന്ത്യയിലെ തന്നെ ഇപ്പൊ നമ്മൾ കേരളത്തിലെ കുട്ടികൾ കേരളത്തെ കുറിച്ച് പഠിക്കുകയാണ്. രാജസ്ഥാനിനെ കുറിച്ച് ഉൾക്കൊണ്ടാക്കുക, അല്ലെങ്കിൽ മധ്യപ്രദേശിനെ കുറിച്ച് ഉൾക്കൊണ്ടാക്കുക, മഹാരാഷ്ട്രനെ കുറിച്ച് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ സംസ്ഥാനങ്ങളുടെ സംസ്കാരവും അവരുടെ രീതികളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു രീതി വേണം നമുക്ക്. സംഭവം കുറേശ്ശെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഡീപ്പായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ സ്റ്റേറ്റൊന്നും ചിലപ്പോൾ കവർ ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് ഉണ്ട് പാഠ്യപദ്ധതിയിൽ എല്ലാം ഉണ്ടല്ലോ. അവിടെ ആ സംസ്ഥാനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങള്, രീതികൾ, ആളുകളുടെ ലാംഗ്വേജ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു സംക്ഷിപ്ത രൂപെങ്കിലും നമ്മുടെ ഈ ഇതിൽ ഉണ്ടാവണം. അങ്ങനെ ഇല്ലല്ലോ നമുക്ക്. അപ്പൊ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ വേറെന്തോ ഒരവസ്ഥയിലായി പോകുന്നവര്. സാറിന് തന്നെ പോയി ഒരു അധ്യാപകൻ എന്നുള്ള സാറിനാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത്. അതുപോലത്തെ ഒരു സംഗതികള് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിപ്പം. സാറ് കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ടും ഒരു ചെവിയുള്ളില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് മാറി വരണമെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ വൃത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ നമ്മള് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല പാഠം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു 1-2 ആഴ്ചയോളം ഇത്തരം കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ റോഡ് സുരക്ഷ വരുന്നുണ്ട്, പേഴ്സണൽ വൃത്തി വരുന്നുണ്ട്, പരിസര, അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനും നമ്മള് കുറെ കൊല്ലമായി നമ്മൾ ക്ലാസ്സിൽ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ സങ്കടം എന്ന് വെച്ചാൽ വേണ്ടത്ര മാറ്റം ഇതുവരെ ഉണ്ടാവുന്നില്ല എന്നാണ്. ഇപ്പം നമുക്കറിയാം, സന്തോഷ് ജോർജ് കുളങ്ങര എപ്പോ വരുമ്പോഴും വീഡിയോയിൽ പറയുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന വെച്ചാല് പക്ക ക്ലീൻ ആണ്. ഇപ്പൊ ഇതെങ്ങനെയുണ്ടോ ഈ സാഹചര്യം എങ്ങനെയാണ് റോഡ് പോലും. അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇവരെ ജനങ്ങള് കറക്റ്റ് ആണെന്നല്ല, സിസ്റ്റം കറക്റ്റാണ്. അപ്പൊ നമ്മളൊരു ഇപ്പോ പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ ഇവർക്ക് അവിടെ ഇല്ലേ, ഒരു പഴംപൊരി ചോദിച്ചാൽ പോലും അവര് പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് തരാം. അതൊന്നല്ല 2 കവറിൽ. എന്നിട്ട് അത് കഴിച്ചിട്ട്, പക്ഷെ ഇതൊന്നും പുറത്ത് കാണില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് കഴിക്കുന്നു, നമ്മളും കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇടുന്നു പോക്കറ്റിലേക്കാണ്. ഇവിടുത്തെ കാര്യമില്ല കേട്ടോ, അവിടുത്തെ കാര്യമാണ്. ഇടുന്നു, എന്നിട്ട് നേരെ എവിടെയാണ് നോക്കുന്നു, എന്ത് വേസ്റ്റ് ബോക്സ് ഉണ്ടോ. വേസ്റ്റ് ബോക്സ് ഉണ്ട്, അതും പ്രധാനമാണ്. ഒരു കുറഞ്ഞ നടക്കുമ്പോഴേക്കും അവിടെ വേസ്റ്റ് ബോക്സ് ഉണ്ട്, നമ്മൾ അവിടേക്കാണ് ഇടുന്നത്. ഇവിടെ നമുക്ക് വേസ്റ്റ് ബോക്സ് കാണാനും കിട്ടൂല, കണ്ടാൽ തന്നെ നമ്മളതിൽ ഇടുന്നില്ല എന്നുള്ളതാണ്. 2 പേർക്കും ലീവില്ല എന്നൊരു അതെന്താ കവിതാ സമാഹാരം? അത് കവിതാ സമാഹാരം. അതെ. എത്ര കവിതകൾ അടങ്ങിയ പുസ്തകമാണ്? അതിലൊരു 10-25ഓളം കവിതകള്. അതിൽ താങ്കൾ ഇഷ്ടപ്പെട്ടത് കവിതയുടെ 4 വരിയും ചൊല്ലിക്കാലും. അതിലത്തെ വേറെ കവിതയില്ലേ മതിയോ? അതിലത്തെ കുറെ മുമ്പായതുകൊണ്ടേ മറവിയിലേക്ക് കയറിയിട്ടുണ്ട്. ഞാനൊരു വേറെ കവിത, ഒരു കവിത. ലൈബ്രറി. അലമാരകളിലെ പല തട്ടുകളിൽ അടുക്കിപ്പെറുക്കി വെച്ച ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഓരോ മനുഷ്യനും. അലമാരകളിലെ പല തട്ടുകളിൽ അടുക്കിപ്പെറുക്കി വെച്ച ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഓരോ മനുഷ്യനും. മനോഹരമായ കവർ ചിത്രവും ആകർഷകമായ അച്ചടിയുമുള്ള ചില പുസ്തകങ്ങൾ മാത്രം ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടും. ഒരുപക്ഷെ മറിച്ചു നോക്കുമ്പോൾ കഴമ്പില്ലെന്ന് കണ്ട് പതുക്കെ നമ്മളത് ഒഴിവാക്കിയേക്കാം. ചില പുസ്തകങ്ങൾ എത്ര വായിച്ചാലും പിടിതരാതെ നമ്മെ വട്ടം കറക്കിയേക്കാം. മറ്റു ചിലതാകട്ടെ ഒറ്റവാനിയിൽ തന്നെ താഴെ വയ്ക്കാൻ പറ്റാത്ത വിധം നമ്മുടെ കയ്യിലെ സ്ഥിര സാന്നിധ്യമായി മാറും. ഊണിലും ഉറക്കത്തിലും വിട്ടുപിരിയാനാവാതെ അതിലെ അക്ഷരക്കൂട്ടുകൾ നമ്മെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങും. വായിക്കാൻ കഴിഞ്ഞതും കണ്ണിൽപ്പെട്ടിട്ടും വായിക്കാൻ കഴിയാതെ പോയതുമായ 100 കണക്കിന് പുസ്തകങ്ങൾക്കിടയിൽ നമ്മളെപ്പോഴും പുതിയ പുസ്തകങ്ങൾ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര ആയിരം പേർ വായിച്ചാലും, എത്ര ആയിരം പേർ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയാലും, എത്ര മനോഹരമായ ഷെൽഫിൽ വിശ്രമിച്ചാലും ഒരിക്കലും 2ാം പതിപ്പിറങ്ങാത്ത പുസ്തകമാണ് ഓരോ മനുഷ്യനുമെന്ന തിരിച്ചറിവുണ്ടാകുന്ന ഒരു നിമിഷമുണ്ട്. എത്ര ആയിരം പേർ വായിച്ചാലും, എത്ര ആയിരം പേർ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയാലും, എത്ര മനോഹരമായ ഷെൽഫിൽ വിശ്രമിച്ചാലും ഒരിക്കലും 2ാം പതിപ്പിറങ്ങാത്ത പുസ്തകമാണ് ഓരോ മനുഷ്യനുമെന്ന തിരിച്ചറിവുണ്ടാകുന്ന ഒരു നിമിഷമുണ്ട്. അപ്പോഴാണ് ലൈബ്രറി പൂട്ടി താക്കോൽ ചെടികൾക്കിടയിലേക്ക് എറിഞ്ഞ് മൗനത്തിന്റെ മറ്റൊരു പുസ്തകമായി നമ്മൾ സ്വയം പേജുകൾ അടയ്ക്കുന്നത്. സാറ് ഈ 2 പേർക്കും ലീവില്ല എന്നല്ലേ കവിതാ സമാഹാരത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം അല്ലേ? എന്നാൽ അങ്ങനെ ഒരു പേര് കവിതാ സമാഹാരത്തിന് 2 പേർക്കും ലീവ്? അത് ഒരു സത്യത്തിലൊരു കഥയാണ്. അതിന്റെ അവതാരിക എഴുതിയത് ചെമ്മനം ചാക്കയാണ്. അപ്പൊ അദ്ദേഹത്തെ കണക്ട് ചെയ്തപ്പോ കവിത അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അയച്ചു കൊടുത്തു. കവിത വായിച്ചിട്ട് മുമ്പ് പറഞ്ഞു പേരെന്താന്ന് ചോദിച്ചു പുസ്തകത്തിന്റെ. അപ്പൊ നമ്മൾ പേര് ഓർത്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല. അപ്പൊ ആലോചിച്ചില്ല, പേര് വേണം നിർബന്ധം എന്നാണ്. അപ്പൊ എനിക്ക് എന്തൊക്കെയാ അപ്പൊ തോന്നിയൊക്കെ പറഞ്ഞു. അതൊന്നും പോരാ, നല്ല രസമില്ലായിരുന്നു. എടുത്തടിച്ച് പറയുന്ന ആളാണല്ലോ. അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിക്കുക. അപ്പൊ കവിതകളൊക്കെ ഇങ്ങനെ വായിച്ചു. ആ പുസ്തകത്തിലെ കവിതകളൊക്കെ വീണ്ടും വീണ്ടും വായിക്കുക. അപ്പൊ അതിലൊരു കവിതയാണ്
മൂത്തവൻ സ്റ്റേറ്റ്സിൽ, ഇളയവൾ ഫ്രാൻസിൽ, 2 പേർക്കും ലീവില്ല. ശവം പിന്നെ ആരടക്കും? നീ, ഞാൻ, ആ. ഇതാണ് കവിത. അപ്പൊ അതിലെ ആ 2 പേർക്ക് ലീവില്ല എന്നുള്ള പലപ്പോഴും പല കുടുംബത്തിലെ ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഇത് വളരെ സജീവമായി നിലക്കുന്ന 2007 കാര്യമാണ്. അപ്പൊ ഈ 2 പേർക്ക് ലീവില്ല എന്നുള്ള ആ വാക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാനത് സാറെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും പിന്നെ അദ്ദേഹം ഇതൊന്നും അതായത് അവതാരിക എഴുതിയിട്ട് കവറിലാക്കി ഈ പേര് എഴുതേണ്ടടുത്തൊക്കെ ഡാഷ് ഇട്ടിട്ട് അയച്ചിട്ടുണ്ട്, പൂരിപ്പിച്ചോളാം. അപ്പൊ ഞാൻ ഇത് വിളിച്ചു. അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ സാറെ പേരിട്ടിട്ടുണ്ട്, പറയൂ. 2 പേർക്കും ലീവില്ല. അത് ഗംഭീര പേരാണെന്നാണ്. ഒറ്റയടിക്ക് പറഞ്ഞു. അങ്ങനെയാണ് പേര് വരുന്നത്. അപ്പൊ അതില് കവിതയ്ക്ക് അങ്ങനെ പേരിടാൻ പറ്റുമോ എന്നുള്ള ചിലർക്ക് ചോദിച്ചു. പക്ഷെ അതിലൊരു വല്ലാത്തൊരു ആകാംക്ഷ ഉണ്ടല്ലോ, എന്താ ആർക്കാ ലീവില്ലാത്ത, എന്തുകൊണ്ട് ലീവില്ല, ഒരുപാട് ചോദ്യങ്ങൾ വരുമല്ലോ. അങ്ങനെയാണ് പേര് വരുന്നത്. രണ്ടാമത്തെ പുസ്തകം എന്തായിരുന്നു? അത് ഹോ എന്നായിരുന്നു. പുസ്തകത്തിന്റെ പേര് ഹോ. ഹോ എന്ന് എഴുതിയിട്ട് 2 കുത്തിട്ട് ആശ്ചര്യചിഹ്നം. നമ്മൾ പലരും കാണുമ്പോൾ അങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുമല്ലോ. അപ്പൊ അതിൽ ഫുള്ളി സറ്റയറാണ്. അപ്പൊ അതുകൊണ്ട് ആണ് ഹോ എന്നുള്ള സാധനം കൊടുത്തത്. മൂന്നാമത്തെ പുസ്തകമാണ് അത് ഗുർഗാബി. ഗുർഗാബി വാസ്തവത്തിൽ കാശ്മീരി വാക്കാണ്. അത് കാശ്മീരി വാക്കാണ്. അതെ അതെ. കാശ്മീരി യാത്രയില് ആണ് അതിലൊരു യാത്ര. അപ്പൊ അതിലൊരു ഈ ഗുർഗാബി എന്ന സ്ഥലത്തില് ഈ പുസ്തകത്തിൽ പലയിടങ്ങളിലും സഞ്ചരിച്ച അധ്യായങ്ങളാണോ? ഉണ്ട്. അത് തമിഴ്നാട്ടില് നമ്മള് എന്താ പറയാ ധനുഷ്കോടി, ശ്രീലങ്കയുടെ അറ്റത്തേക്ക് അതൊരു യാത്ര. അങ്ങനെ 3 യാത്രകളുണ്ട് അതില്. ഒരു ഏർക്കാട് പോയ യാത്ര, കാശ്മീർ പോയ യാത്ര, ഈ 3 യാത്ര ഇന്ത്യൻ യാത്ര ഉള്ളൂ അതില്. അപ്പൊ അത് ഇതേപോലെ പേര് ആണല്ലോ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു സംഗതി. അപ്പൊ ആലോചിച്ചാൽ വീണ്ടും വായിക്കുമ്പോൾ അതിൽ ഇടയ്ക്ക് തടഞ്ഞ ഒരു വാക്കാണ് ഗുർഗാബി. അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോൾ അതൊരു സത്യത്തിൽ ഷൂ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഷൂ തന്നെയാണ്. നമ്മൾ ഇവിടെ കിട്ടും. അതായത് ലേസ് ഇല്ല, നമ്മളിങ്ങനെ കയറ്റിയിടുന്ന കാല് കയറ്റിയിടുന്ന ഷൂവിന് പറയുന്ന പേരാണ് ഗുർഗാബി. ഗൂഗിളിൽ ഗുർഗാബി സെർച്ച് ചെയ്താൽ ആ ഷൂ ആണ് വരിക. അപ്പൊ അത് എന്താണല്ലോ നമുക്ക് യാത്ര പോകാം. ഞാൻ ചാനൽ തുടങ്ങി, യൂട്യൂബ് ചാനൽ. അപ്പൊ അതിന്റെ പേരും ഗുർഗാബി എന്നാണ്. അപ്പൊ അതിന് അടിയിലുള്ള ക്യാപ്ഷൻ ഇതാണ്, കൃത്യം ഓർക്കണില്ല. അതായത് ലേസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും റെഡിയാണ് യാത്ര ചെയ്യാൻ എന്നുള്ളതാണ് അതിന്റെ ക്യാപ്ഷൻ വെച്ചത്. എനി ടൈം ബൈക്ക് റെഡി ആയത് എപ്പോ വേണമെങ്കിൽ നമുക്ക് തോന്നി അപ്പൊ യാത്ര എന്നുള്ള അർത്ഥത്തില്. അപ്പൊ അങ്ങനെയാണ് ഗുർഗാബി എന്നുള്ള പേര്. യാത്രകൾ തനിച്ചു പോകുന്നതാണോ ഇഷ്ടം? അല്ല, യാത്രകൾ തനിച്ചു പോകാൻ എനിക്ക് വലിയ സത്യം താല്പര്യമില്ല. സോളോ വലിയ താല്പര്യമില്ല. ഒരാളെങ്കിലും കൂടെ ഉണ്ടാവണം, ഒരു സുഹൃത്ത് ഉണ്ടാവണം, ഡിസ്കസ് ചെയ്യാൻ, അപ്പൊ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതൊരു സുഖമാണ്. പക്ഷെ പലപ്പോഴും യാത്ര ഒറ്റയ്ക്ക് പോവാറുണ്ട്. എന്നാലും വിദേശത്തൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും ഒരാള് ഡിസ്കസ് ചെയ്യാൻ. അത് നല്ലൊരു സാധനമായിട്ട് തോന്നും. പക്ഷെ സോളോയ്ക്ക് വേറൊരു സുഖമുണ്ട്. കാരണം ഈ ഡിസ്കഷൻ കറക്റ്റ് അല്ലെങ്കിൽ, ഈ കൂടെ വരുന്ന ചങ്ങായി കറക്റ്റ് അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് പോകും, നമ്മൾ ഇങ്ങോട്ട് പോകും. പലരും പോയി തല്ലി പിരിഞ്ഞ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്തും എന്നുള്ളതാണ്. നമ്മളറിയാതെ ഒറ്റ യാത്ര കൊണ്ട് മനസ്സിലാവും ഇയാളെ നമുക്ക് പറ്റിയ കമ്പനിയാണെന്നുള്ളത്. ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഉണ്ട്. സൗഹൃദങ്ങൾ അങ്ങനെ ഒരുപാട് സൂക്ഷിക്കാറുണ്ടെന്ന് വെച്ചാൽ സൗഹൃദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ സൂക്ഷിക്കുന്നതിന്റെ എണ്ണം കുറവാണ്. അതൊരു സത്യത്തിൽ ഒരു നെഗറ്റീവാണ്. നമ്മൾ പറയാ കുട്ടിയോടൊക്കെ പറയാ സൗഹൃദങ്ങൾ സൂക്ഷിക്കണം, നമുക്കത് പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് പറ്റട്ടെ എന്ന് എഴുതിയിട്ട്. ഇപ്പൊ നമ്മൾ വലിയ ആളുകാരെയൊക്കെ പരിചയപ്പെടും, ഒരു മടിയാണ്. പിന്നെ ഇപ്പൊ ചെമ്മനും ചോക്ക അടുത്ത സുഹൃത്തായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്താ ഇങ്ങനെ സംസാരിക്കാന്നൊരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് സൗഹൃദങ്ങളുണ്ട്, എന്നാലും അത് അടുത്ത സൗഹൃദം എന്ന് പറയാൻ കുറച്ചേ ഉള്ളൂ. സാറ് എൻ്റെ ഈ കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ തന്നെ ധാരാളം അവാർഡുകൾ സാറിന് തേടിയിട്ടുണ്ടായി. അധ്യാപകൻ എന്നൊക്കെയുള്ള നിലയ്ക്ക് പുരസ്കാരം. എന്തായാലും എങ്ങനെയാണ് അതിനെ കുറിച്ചാണ്? അത് സത്യത്തില് പിന്നെ ഞാൻ പറഞ്ഞ എയ്ഡഡ് സ്കൂളിൽ 8 കൊല്ലം വർക്ക് ചെയ്തു. അന്നും ഫുള്ള് സ്കൗട്ടായിരുന്നു മനസ്സിൽ ഫുള്ള് അതിന്റെ വർക്കുകളും. പിന്നീട് PSC കിട്ടിയിട്ട് വാണിയമ്പലം ഹൈസ്കൂളിന്റെ UP വരികയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഷുക്കൂർ, അദ്ദേഹം മരിച്ചുപോയി, കാളിയാവില. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച ബസ്സിൽ പോവാം. അപ്പോൾ മൂപ്പര് പറഞ്ഞു, മാഷെ നിങ്ങൾ കാളിയാവ് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കും, പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അവിടെ കൊടുക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാണ്ടാവും പറഞ്ഞു. അപ്പോൾ എന്താ എനിക്ക് പറഞ്ഞു, അവിടെ ഒരു അവങ്ങനത്തെ അവസ്ഥയാണ്, ടീച്ചേഴ്സൊക്കെ അവിടുന്ന് പോകുന്ന ഒരവസ്ഥ, കുട്ടികൾ വളരെ കുറഞ്ഞൊരവസ്ഥ, അങ്ങനെ ഒരു സൂചന വന്നു. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ കഴിഞ്ഞപ്പോൾ സത്യം വാസ്തവമാണ്, 95-96 കാലഘട്ടങ്ങളിൽ ഒരു 1600ഓളം കുട്ടികൾ പഠിച്ച സ്ഥാപനമാണ്. പിന്നെ ഡിവിഷൻ വാർഡ് വന്ന് ഞാൻ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ 359 കുട്ടികളുള്ളൂ. അത് 1200ഓളം കുട്ടികളെ കൊഴിഞ്ഞുപോയി. 1-2 വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ടീച്ചേഴ്സിന്റെ എണ്ണം വളരെ കുറഞ്ഞ് വളരെ ചുരുങ്ങിയ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഈ കൊല്ലം, അതായത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ മുകളിൽ ഒരു റിസ്ക് എടുക്കാൻ അധ്യാപകർ തയ്യാറില്ല. അല്ല, അത് അടിയെടുത്തോണ്ടല്ല, ഡിവിഷൻ പോയിട്ട് പോയതാ. ഡിവിഷൻ ഹാള് വരുമ്പോൾ സ്വഭാവമായിട്ട് അധ്യാപകരും വേറെ സ്ഥലത്തേക്ക് പിരിഞ്ഞു പോകണല്ലോ. അപ്പൊ അങ്ങനെ പോയി. അപ്പൊ LP ക്ലാസ്സിൽ 1, 2, 3, 4 ഓരോ ഡിവിഷനേ ഉള്ളൂ. UP 2 വീതമുണ്ട്. അതും കുറഞ്ഞിങ്ങനെ അവസാനം ഒരു അടച്ചുപൂട്ടലിന്റെ അവസ്ഥയിലാണ് എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. അടുത്തൊരു മാഷ്
ഒരു അനിൽ മാഷ്. അപ്പൊ ഇതാണ് ശുക്ർ മാഷ് പറഞ്ഞു. അപ്പൊ ഞാൻ ട്രാൻസ്ഫർ കൊടുത്തു. ഈ ഒരു ടാസ്ക് കിട്ടുകയുള്ളൂ നമുക്ക്, അതൊരു വല്ല ഒരു സുഖമാണല്ലോ. അപ്പൊ അങ്ങനെ കൊടുത്തു. മാഷും കൊടുക്കാന്ന് പറഞ്ഞ മാഷ് കൊടുത്തില്ല, മാഷ് കരുവാരോടൊക്കെ കൊടുത്ത്. ഏതായാലും ഞാനവിടെ ചെന്ന് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സാധാ ക്ലാസ്സൊക്കെ പോയി. അപ്പോൾ ഒരു ദിവസം 7ാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഞാൻ സ്കൗട്ടിന്റെ മാഷാണ്, എനിക്ക് സ്കൗട്ട് ഗ്രൂപ്പ് തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടെന്നാണ്. അപ്പോൾ എടുത്ത വഴിക്ക് സുരജിത്ത് എന്ന് പറഞ്ഞൊരു കുട്ടി 7ാം ക്ലാസ്സായിരുന്നു. അപ്പം പറയാണ്, മാഷ ഇത് മുങ്ങിപ്പോണ കപ്പലാണ്, എത്ര ക്ലാസ് സ്കൗട്ട് ചോദിച്ചു. ഇവരോട് ചോദിച്ച ഡയലോഗാ. അപ്പൊ പഠിക്കുന്ന കൃത്യമായ നിരീക്ഷണമാണ് അവന്റെ. സത്യം വലിയൊരു കപ്പലാണ്, പക്ഷെ ഇത് മുങ്ങി. അപ്പൊ ഞാന് പിന്നെ അവന്റെ മനസ്സോട് അഭിനന്ദിച്ചെങ്കിലും ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നമുക്കിത് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അവർ ചിരിക്കാൻ തുടങ്ങി. കാരണം ഞാൻ പൊട്ടത്തിലാണ് അന്നത്തെ സാഹചര്യത്തിൽ പറയുന്നത്. അപ്പം നേരെ സ്റ്റാഫ് റൂമിൽ വന്നു. ഇവരോട് പറഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ അവർ പറഞ്ഞു, നല്ല മാഷങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്, പക്ഷെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാണ്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതൊരു പോസിറ്റീവ് സാധനമാണ്. ഇങ്ങനെ മതി ഭാഷ പറഞ്ഞാൽ കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യേണ്ടതല്ല, നമുക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ വേഗം PT എക്സിക്യൂട്ടീവ് വിളിച്ചു. എല്ലാവരും കൂടി ഇരുന്നു. ഇവരൊക്കെ പറഞ്ഞു, നമുക്ക് കാര്യം ചെയ്യാം, വീടുകളിലൂടെ പോകാം, വാഗ്ദാനങ്ങൾ കൊടുക്കാം, ഇങ്ങനെ ചർച്ച എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളൊരു വീട്ടിൽ പോകില്ല. എന്ത് ചോദിച്ചു, നമ്മൾ ഒരു വീട്ടിൽ പോയിട്ട് ഒരു കുട കൊടുത്താൽ അടുത്ത കൊല്ലം 2 കുട കൊടുക്കണം, ബാഗ് കൊടുത്താൽ അടുത്ത കൊല്ലം ഇരട്ടിയാക്കണം. പിന്നെ എന്താ ചെയ്യാന്ന് ചോദിച്ചു. നമ്മൾ പറയും, ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്രൗണ്ട് 2 ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ തേടി രക്ഷിതാക്കളും കുട്ടികളും ഇങ്ങോട്ട് വരുന്ന തരത്തിൽ നമുക്ക് മാറാൻ സാധിക്കണം എന്നാണ്. അപ്പം എന്താ ചോദിച്ചു, നമുക്ക് കുറേ പരിപാടികളൊക്കെ ചെയ്യണം എന്നാണ്. അപ്പം തോന്നിയൊരു ഐഡിയ പറഞ്ഞാൽ എല്ലാവരും സമ്മതിച്ചു. എന്തായാലും അങ്ങനെ അന്ന് മുതൽ പരിപാടികളാണ് നിരന്തരം. ഒരു പരിപാടി നമ്മൾ ആരോടും, ഒരു രക്ഷിതാവിനോട് പോലും, ഒരു കുട്ടിയോട് പോലും സ്കൂളിൽ ചേരാൻ പറയരുതെന്നാണ് കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. അത് പാലിച്ചു വരും, എല്ലാവരും പാലിച്ചു. അങ്ങനെ പരിപാടി വെച്ചാൽ 30 വർഷങ്ങൾക്ക് ശേഷം വാർഷികം നടത്തി. 30 കൊല്ലമായിട്ട് വാർഷികം നടന്നിട്ടില്ല. പിന്നെ ഒരു കൈത്തിരി കൊണ്ട് മാഗസിൻ ചെയ്തു, ഒരു പൊതുവിദ്യാഭ്യാസത്തിനുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്തു, സ്കൗട്ട് പ്രവർത്തനങ്ങൾ, ഒരുപാട് പരിപാടികൾ, മാസങ്ങളോളം പരിപാടി വരും. അപ്പം എന്താ വെച്ചാൽ ഇവർ ആളുകളെ പരസ്പരം പറയാൻ തുടങ്ങി, പിന്നെ അവിടെ കാളിയ സ്കൂളിൽ പഴയ പോലെ അല്ല, എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്നിങ്ങനെ. അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി, മൗത്ത് പബ്ലിസിറ്റി. സ്വാഭാവികമായിട്ട് ഇത് കഴിഞ്ഞ് ഞങ്ങൾ കാത്തിരിപ്പാണ്. വാർഷികം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, എല്ലാം പരിപാടിയും കഴിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പം മെയ് മാസത്തിൽ ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇക്കൊല്ലം 5ാം ക്ലാസ് ഡിവിഷൻ പോകണം. അപ്പം ഞങ്ങളിങ്ങനെ എന്താ ആരോടും പറഞ്ഞിട്ടില്ല, ചേർക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. 1ാം ക്ലാസ്സിൽ സാധാരണ 5ാം ക്ലാസ് ഡിവിഷൻ പോയില്ല ആ വർഷം, കുറച്ച് കുട്ടി ചേർന്നു. 1ാം ക്ലാസ്സിൽ 25 കുട്ടികളൊക്കെ സാധാരണ ഉണ്ടാവും, അതൊക്കെ 60 കുട്ടികളും ചേർന്നു. ഒരു പ്രീ പ്രൈമറി തുടങ്ങി, അതിലും ഇതേപോലെ നല്ല സ്ട്രെങ്ത്തിൽ ചേർന്നു. ചുരുക്കി പറഞ്ഞാൽ ആ സുരജിത്ത് പറഞ്ഞ മുങ്ങിപ്പോണ കപ്പലോട് പിടിച്ചു, അതോട് പൊങ്ങി. ഇപ്പോൾ അവിടെ സത്യത്തിൽ പഴയ അവസ്ഥയിൽ 1500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ കാളിയ സ്കൂളിൽ. അതിനാണ് അന്ന് എയർ ഇന്ത്യയുടെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയത്. സുരജിത്ത് പിന്നെ ഇതുവരെ പോളിയോ എന്തോ കഴിഞ്ഞ് അങ്ങനെ ജോലിയില്ല, ഇടയ്ക്ക് ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. ഉഷാറിപ്പോയി. അതെ അതെ അതെ, അങ്ങനെയാണ് അന്നത്തെ അവാർഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് പിന്നെ നമുക്ക് പല സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പുല്ലങ്കോട് സ്കൂളിൽ വർക്ക് ചെയ്ത് അന്ന് വഴിക്കണ്ണ് എന്ന് പറഞ്ഞ റോഡ് അപകടങ്ങൾക്കെതിരെയുള്ള ഒരു പ്രോഗ്രാം ചെയ്തു. അതും ജില്ലയിൽ ഫസ്റ്റ് കിട്ടുകയുണ്ടായി. പിന്നെ നിലമ്പൂർ ഗവൺമെന്റ് UP, ഞാനൊരു 3 കൊല്ലമൊക്കെ നിൽക്കുള്ള ഒരു സ്കൂളിൽ ഞാൻ ചാടും. അപ്പൊ നിലമ്പൂർ UPയിൽ. അപ്പൊ ആ സമയത്ത് ഞാനൊരു ഒരു സിനിമ കാണുണ്ടായി, നൻപൻ, വിജയ് നായകനായ നൻപൻ. 3 Idiots എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയുടെ റീമേക്കാണ്. അപ്പൊ കരുവാണ്ടൊരു സീമാ തിയേറ്റർ ഉണ്ടായിരുന്നു. ആ സീമാ തിയേറ്റർ ഇപ്പം ഇല്ല. അപ്പൊ അവിടെ നിന്ന് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ കയറി ചിന്ത എന്ന് വെച്ചാൽ, അതിൽ ഒരു ഇത് എഞ്ചിനീയറിംഗ് കോളേജാണല്ലേ. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ് എന്ത് ചെയ്യുന്നത്, ഈ അതിന്റെ പശ്ചാത്തലം സാറ് കണ്ടു എനിക്കറിയില്ല. അപ്പോൾ ഒരു താല്പര്യമില്ലാതെ എഞ്ചിനീയറിംഗിൽ വന്ന കുട്ടികളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അപ്പോൾ ഇവരിലെ ഒരാളുണ്ട്, അതിലാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വലിയ ഇഷ്ടമുള്ള ആള്, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഇതിൽ വന്ന് കുടുങ്ങി ഇങ്ങനെ വിരകുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഞാനിത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതേപോലൊക്കെ തന്നെ ആവില്ല നമ്മളെ കുട്ടികളും. അതായത് പിന്നെ വലിയ താല്പര്യങ്ങളും പല കഴിവുകളും, ഇൻബോൺ കഴിവുകളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒരേ പാത്രത്തിൽ പല സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കണല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു സിനിമ കാണുന്നതിനിടയ്ക്ക് എൻ്റെ മനസ്സിൽ അതിലൊരു പ്രോജക്റ്റ് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ ഇൻബോൺ ടാലന്റ് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുകയും അത് പരീക്ഷിക്കുകയും ചെയ്താൽ ഓരോ കുട്ടിക്കും A ഗ്രേഡ് കിട്ടും. ഇതാണ് ചിന്ത. ആ ചിന്തയിൽ നിന്ന് ഒരു പ്രോജക്റ്റ് ഉണ്ടാവുകയും ഞാൻ നിലമ്പൂർ UPയിൽ അവതരിപ്പിച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായി. അങ്ങനെ UP ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും 449 കുട്ടികളുണ്ട്, ഇവരെ കഴിവിൻ്റെ അടിസ്ഥാനം തിരിച്ചു. 35ഓളം മേഖലകളിൽ തിരിഞ്ഞു, പല ടൈപ്പ് തിരിച്ചു. എന്നിട്ട് പിന്നെ ഒരു ക്ലാസ് കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് എല്ലാം ട്രെയിനിങ് കൊടുക്കാറില്ല. അപ്പോൾ അതിന് ആളെ വിളിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല സംഖ്യ വേണം, പൈസ വേണം, ഒക്കെ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ കണ്ടെത്തി വഴി ആദ്യം സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് ഇങ്ങനെ ഇത്രയും മേഖലകൾ ഇവിടെ ഉണ്ട്,
ഇതിന് ട്രെയിനിങ് കൊടുക്കണം, ഇതിന് പറ്റുന്ന ആരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ടീച്ചർ കൈബന്ധിക്കും, പാട്ട് ഞാൻ നോക്കിക്കോളാം. കാരണം ഈ ടീച്ചർ ചിലപ്പോൾ ഒരുപാട് കാലം പാട്ട് പഠിച്ചതായിരിക്കാം. അതിന് 2 or 3 ഒക്കെ അവിടെ നിന്ന് കിട്ടും. ബാക്കി നിങ്ങളുടെ വീട്ടിലെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അങ്ങനെ അവരുടെ കണക്ട് ചെയ്ത ആരെങ്കിലും ഇതേപോലെ വിദഗ്ധർ ഉണ്ടോ, അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുണ്ടോ, ഇത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഓരോ മേഖലയിലുള്ള കുറേ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഓരോ മേഖലയിലും അപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ട് സ്കൂളിൽ വരുമ്പോൾ എന്ത് ചെയ്യില്ല, അവൻ സ്വന്തം സ്കൂളാണതേ, അവിടേക്ക് വരുമ്പോൾ അവരെ കഴിവ് അവതരിപ്പിക്കാനേ വരുള്ളൂ, പൈസ വാങ്ങില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ട്രെയിനിങ് കൊടുക്കുക. മാസങ്ങളോളം ട്രെയിനിങ് കൊടുത്തു. ശനി ഞായർ ദിവസങ്ങളാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ നമുക്ക് കിട്ടാത്ത മേഖലകളിലൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അങ്ങനെ ഈ ട്രെയിനിങ് അതിൻ്റെ പേര് ഓരോ കുട്ടിയും ഒന്നാമനാണെന്നാണ്. ഓരോ കുട്ടിയും ഒന്നാമനാണ്. ഇത് ജില്ലാ പഞ്ചായത്ത് വന്ന് പരിശോധിക്കാൻ വന്നിരുന്നു. പത്രങ്ങളിലും ഏഷ്യാനെറ്റിലൊക്കെ വളരെ ഇതിൽ വന്നിരുന്നു വാർത്ത. അങ്ങനെ പിന്നീട് ഈ പ്രോഗ്രാം എന്താ പറയുക, നമ്മൾ സ്റ്റേറ്റ് മൊത്തം ടാലന്റ് ലാബ് എന്ന പേരിൽ ഒരു സംഗതിയായിട്ട് തുടങ്ങാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മികച്ച മാതൃകയായിട്ട് എടുത്തത് ഈ സംഗതിയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും ഞാൻ തിരിച്ച് പഴയ കാളിയാ സ്കൂളിലേക്ക് വരുന്നുണ്ട്, നമ്മളെ ഉയർന്നു പോയ സ്കൂളിലേക്ക്. ഈ ഒരു സമ്പ്രദായം ഏർപ്പെടുത്തിയതിനാണ് 2ാമത്തെ അവാർഡ്. അത് ഏർപ്പെടുത്തുകയും അതിന് തുടർന്നിട്ട് പിന്നെ സ്കൂളിൽ വന്നിട്ട് ഈ സംഗതി തുടരുകയാണ്. ഉറവ എന്ന പേരിൽ മറ്റൊരു പ്രോജക്റ്റിനെ തുടരും. അപ്പൊ ഇത്തരം പ്രോജക്റ്റുകൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുകയും അവരിലുണ്ടായ മാറ്റങ്ങളും ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് അടുത്ത അവാർഡിലേക്ക്. അവാർഡ് തരുന്നത് ആരാണ്? അത് പ്രധാനമായിട്ട് 2 അവാർഡ് കിട്ടിയത്. ഒന്ന് കേരള പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ, അവര് കേരളത്തിൽ മികച്ച അധ്യാപകരെ കണ്ടെത്താനുള്ള ഒരു ഇത് നടത്തി. അതിൽ 162ഓളം ആളുകളുടെ ഇത് വന്നിരുന്നു. അതിന് ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് നോമിനേഷൻ 3 വിഭാഗങ്ങളിൽ നിന്നും എടുത്തു. ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് സെലക്ട് തന്നെയാണ്. 2017 18 സംസ്ഥാന അധ്യാപക അവാർഡ് കിട്ടുന്നുണ്ടായത്. അതൊക്കെ ഇത്തരം ഇടപെടലുകൊണ്ട് തന്നെയാണ്. ഈ സാധാരണ സാറിപ്പോ ഈ മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നു, കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതാണ്. സംതൃപ്തനാണ്? അത്തരം കാര്യങ്ങൾ സംതൃപ്തനാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ എന്താ പറയാ തുടങ്ങിയിടുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച അതങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ മനസ്സിലെ കൺസെപ്റ്റും അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് പലപ്പോഴും കണ്ടിന്യൂഷൻ നമുക്ക് പലപ്പോഴും കിട്ടാത്തതുകൊണ്ട് ചില വിഷമങ്ങളുണ്ട്. സാറിപ്പോ ഓരോ സ്കൂളിൽ ചെന്നിട്ട് ഓരോ പദ്ധതി തുടങ്ങിയിട്ട് സാറോട് 3 കൊല്ലം കഴിയുമ്പോൾ അവിടുന്ന് വേറൊരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പദ്ധതി അല്ല അത് പക്ഷെ നമ്മൾ അതിന് ഒരിക്കലും നിലയ്ക്കാത്ത തരത്തിലാണ് ഇത്തരം സാധനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ അത് തുടരാൻ എന്താ പറയാ ആരെങ്കിലും മുൻകൈ എടുക്കാനേ വേണം. പക്ഷെ ഇപ്പൊ ഈ പ്രോഗ്രസ് അത് സ്റ്റേറ്റ് മൊത്തം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സംഗതിയാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യും, ആരെങ്കിലും ഒരാൾ എപ്പോഴും മുന്നിൽ വേണം, എങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ മുൻകൈ എടുത്താലല്ലേ നടക്കുള്ളൂ, അത്രയും കഴിയുള്ളൂ. അപ്പൊ ഈ പിന്നീട് നമ്മൾ തുടങ്ങിയ സംഗതിയും അത് ഇത് തന്നെയാണ്. ഈ ഉറവ എന്ന് പറഞ്ഞിട്ട് അത് കാളിയാ സ്കൂളിൽ നിന്നായിരുന്നു. അത് വെച്ചാൽ ഈ പറഞ്ഞ ഞാൻ പറയാം ഇടയ്ക്ക് സൈക്കോളജിക്കൽ ട്രെയിനിങ്ങുകളൊക്കെ കഴിഞ്ഞു പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കുട്ടിക്കൊരു പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ, ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനുള്ളൊരു ആത്മവിശ്വാസം കൂടി വേണ്ടേ. റിട്ടയർ ചെയ്യാൻ ഒരു 5-6 വർഷം കൂടി കാണുമല്ലോ അല്ലേ? ഉണ്ട്. അത്രയും കാലത്തിന്റെ ഇടയ്ക്ക് പുതിയ പ്രൊജക്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ആശയങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ഉണ്ട്. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മനസ്സിൽ രൂപപ്പെട്ട് വന്നിട്ട് അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. റിട്ടയർമെന്റിന് ശേഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ കറക്റ്റായിട്ട് ഇതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരുപക്ഷെ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് യാത്ര മാത്രമേ ആക്കിയേക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പിന്നെ കുട്ടികൾക്കും അധ്യാപകർക്കും അങ്ങനെ മാത്രമാക്കി മാറ്റിയാല് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ സുഹൃത്തും താങ്കൾക്ക് മാത്രമായി പോകും. താങ്കളെ പിൻപറ്റി വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അടുത്തൊരു സംഗതി മനസ്സിലുള്ളത് കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം, അതായത് സ്ഥാപനം ഉദ്ദേശിക്കുന്നത് പുതിയ ആശയങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയും അങ്ങനെ ഒരു പ്രദേശം. അതിൽ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, പുതിയ ട്രെയിനിങ്ങുകളുടെ സംഗതി കണ്ടെത്തുക, അങ്ങനെ ഒരു സംഗതി മനസ്സിലുണ്ട്. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ല. കാരണം എൻ്റെ മനസ്സ് എപ്പോഴും ഒരു കാര്യത്തിൽ നിന്ന് വിട്ട് അടുത്ത കാര്യത്തിലേക്ക് ജമ്പ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിന്യൂസ് സംഗതികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. ഏതായാലും അതൊക്കെ ഇങ്ങനെ എഴുത്തിൽ തന്നെയാണ്. വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഫോക്കസിന്റെ തിമിർത്ത് പെയ്യുന്ന മഴയാണ് പുറത്ത്. ഫോക്കസിലെ സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം പങ്കുചേരുകയും താങ്കളുടെ അനുഭവങ്ങളൊക്കെ
നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിയോടുകൂടി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്താണ് താങ്കൾ. ഒരുപാട് സഞ്ചരിക്കാൻ കഴിയട്ടെ. സഞ്ചാരത്തിന് വേണ്ടി ഇനി ബാക്കിയുള്ള കാലം തീർത്തു വെക്കാൻ പോവുകയാണെന്നാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ താങ്കളുടെ ഒരു പുസ്തകത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അലിഞ്ഞ് ഇല്ലാതെ ആവണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.